ഭഗവത്ഗീതയെ സംബന്ധിച്ച് നോക്കിയാൽ ഭഗവത്ഗീത നമ്മുടെ മുമ്പിൽ നൽകുന്ന ഒരു വലിയൊരു ആദർശ പുരുഷൻ ആരാണെന്ന് ചോദിച്ചാൽ സ്ഥിതപ്രജ്ഞനാണ്, ത്രിഗുണാതീതനാണ്, ഗുണങ്ങൾക്കെല്ലാം അപ്പുറം പോയവൻ. എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്ര ഗ്രന്ഥം കൂടിയാണ് ഭഗവത്ഗീത. ആത്മീയശാസ്ത്രം വേറെ, അതുപോലെ തന്നെ മനഃശാസ്ത്ര ഗ്രന്ഥം കൂടിയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലൊരു പുസ്തകം മനഃശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് തയ്യാറാക്കുന്ന സമയത്ത് അവരതിൻ്റെ ഒരു പുറം പേജ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ച് ചർച്ച നടത്തിയെന്നാണ്. അവസാനം അവർ തീരുമാനത്തിലെത്തി അത് ഭഗവാൻ അർജുനന്, തേർത്തട്ടിൽ ഇരിക്കുന്ന അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന ഗീതോപദേശം, ആ ചിത്രമായിരുന്നു അതിൻ്റെ മനഃശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ പുറംചട്ടയായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ലോകം മുഴുവൻ മനഃശാസ്ത്രജ്ഞന്മാരും കൂടി അംഗീകരിച്ച ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അത് ത്രിഗുണാതീതൻ എന്നുള്ള ആദർശം, അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സകല ദുഃഖങ്ങൾക്കും അതീതമായിട്ട് നമ്മൾ പോവുക എന്നുള്ളതാണ്. ഒരു ദുഃഖവും നമ്മളെ ബാധിക്കാതിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതല്ലേ? ഒരു ദുഃഖവും നമ്മളെ ബാധിക്കരുതെന്ന് നമ്മൾ ചിന്തിക്കുന്നവരല്ലേ? ശാശ്വതമായ ആനന്ദം വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നവരല്ലേ? അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ പ്രാപിക്കാമെന്ന് ഭഗവത്ഗീത ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ യോഗാരൂഢൻ്റെ അവസ്ഥ, യോഗാരൂഢനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു സർവ്വസങ്കല്പത്തെയും സന്ധ്യച്ചെന്നുള്ള അർത്ഥത്തിൽ അത് പറയേണ്ടതിന് പകരം അത് വിട്ടുപോയി അവിടെ യോഗാരൂഢനെ പറ്റി പറഞ്ഞപ്പം. അതേപോലെ അമൃതാനന്ദം അനുഭവിച്ചത് ആര് എന്ന് ചോദിച്ചു. ഗുണങ്ങളെയൊക്കെ അതിവർത്തിച്ചവൻ എന്നുള്ള രീതിയിലാണ്. അപ്പം ആ ഗുണങ്ങളെല്ലാം ആരാണോ അതിവർത്തിക്കുന്നത് അവന് മാത്രമേ ഈ സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ ലോകത്തിൽ ഒന്നിലും കുലുങ്ങില്ല. ഈ ഭൂമി തവിടുപൊടിയായി പോയാലും അവൻ കുലുങ്ങത്തില്ല. ആ മാനസികമായ അവസ്ഥയാണ് നമ്മളൊക്കെ നേടേണ്ടത് എന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ് ഭഗവത്ഗീത.